ഹായ് ദിസ് ഇസ് DTH. ഒരു സാധാരണ സിനിമ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. JSK ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. സൗത്ത് ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ അനുപമ പരമേശ്വരനാണ് ജാനകിയായിട്ട് അഭിനയിക്കുന്നത്. സുരേഷ് ഗോപി ഡേവിഡ് ഏബൽ ഡോണവൻ എന്ന ക്യാരക്ടർ അഭിനയിക്കുന്നു. വക്കീലാണ്, വളരെ ശക്തനായ വക്കീൽ. ഈ പടം വളരെ 90s കൈൻഡ് ഓഫ് ഫിലിം മേക്കിംഗ് ആണ് ഉടനീളം, പ്രത്യേകിച്ച് ആദ്യത്തെ ഭാഗങ്ങൾ ഒരു രഞ്ജി പണിക്കർ സ്റ്റൈൽ. ആ ഫിലിം മേക്കിംഗ് നിന്നൊക്കെ ഒരുപാട് മാറിയിരിക്കുന്നു മലയാള സിനിമ ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ അനർഘ നിർഗളമായി ഒഴുകുന്ന സംഭാഷണങ്ങളും കറണ്ട് അഫയേഴ്സിനെ ഹൈഡ് ചെയ്തുകൊണ്ട്, അതായത് പേരുകൾ ഹൈഡ് ചെയ്ത് എന്നാൽ കറണ്ട് അഫയേഴ്സിലെ കാര്യങ്ങൾ പ്രതിപാദിച്ച് തുടരുന്ന അങ്ങനെ കാണിക്കുന്ന ഒരു സീൻസ് അല്ലെങ്കിൽ കഥ, അതിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു മലയാള സിനിമ. ഇത് വളരെ പഴഞ്ചൻ കൈൻഡ് ഓഫ് ഡയലോഗ്സും ഫിലിം മേക്കിങ്ങുമാണ്. പക്ഷേ ഇതൊരു മോശം പടമൊന്നുമല്ല, വളരെ ഇമ്പോർട്ടൻറ്റ് തീംസ് കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് JSK. ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വിവാദങ്ങളിൽ പെട്ട് അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടായ ഒരു സിനിമയാണ് JSK. നിങ്ങൾക്കെല്ലാം അറിയാം. അതിലോട്ട് ഞാൻ കടക്കുന്നില്ല. സിനിമയിലോട്ട് തിരിച്ചു വരാം. സിനിമയിലോട്ട് വരികയാണെങ്കിൽ അനുപമ പരമേശ്വരൻ്റെ ശക്തമായ പെർഫോമൻസ് ആണ്. അമേസിങ് പെർഫോമൻസ് ഫ്രം അനുപമ. അനുപമയ്ക്ക് അത് കഴിയും എന്ന് നമുക്കറിയാം, പക്ഷേ ഇതിൽ അനുപമ അത് വീണ്ടും തെളിയിച്ചു. അതായത് പല കാര്യങ്ങളും ഞാൻ പറയാത്തത്, ഏത് കാര്യം പറഞ്ഞാലും മിക്കവാറും അത് സ്പോയിലറായി പോകാൻ സാധ്യതയുണ്ട് കാണികൾക്ക്. അതുകൊണ്ടാണ് ഞാൻ കഥയിലേക്ക് കൂടുതൽ കടക്കാത്തത്. കഥയിലേക്ക് കടക്കാതെ തന്നെ ഈ റിവ്യൂ പറയാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സുരേഷ് ഗോപിയെ കൂടാതെ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് ഗോപിയുടെ അഭിനയമില്ലായ്മയും ഉണ്ട് ഈ പടത്തിൽ. കൂടാതെ ദിവ്യ പിള്ളെ, ശ്രുതി രാമചന്ദ്രൻ അഭിനയിക്കുന്നുണ്ട്. ശ്രുതി രാമചന്ദ്രൻ സുരേഷ് ഗോപിയുടെ പെങ്ങളായിട്ട് ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത്. നിവേദിത ഏബൽ ഡോണവൻ. പ്രവീൺ നാരായണൻ്റെയാണ് കഥയും സംവിധാനവും. രണദേവയാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പടത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു പഴഞ്ചൻ കൈൻഡ് ഓഫ് ഫിലിം മേക്കിങ്ങും പിന്നെ ഈ തരത്തിലുള്ള ഡയലോഗ്സും ആണ്. ഉച്ചിഷ്ട അമേദ്യം കൈൻഡ് ഓഫ് ഡയലോഗ്സ്, അതായത് കമ്മീഷണറിലും പത്രത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കണക്കുള്ള ഡയലോഗ്സ് ആണ് ഈ സിനിമയിൽ. പ്രത്യേകിച്ച് തുടക്കത്തിൽ, അവസാനമുള്ള മൊണലോഗ് ആയാലും കോർട്ടിൽ നടക്കുന്ന മൊണലോഗ് ആണെങ്കിലും അതേപോലെ തന്നെയാണ്. തന്നെ പോലെയുള്ള പരമനാറികൾക്കേ ആ പേര് ചേരൂ, എനിക്ക് ചേരില്ല, ഇങ്ങനെയുള്ള ഡയലോഗ്സൊക്കെ നമ്മൾ കണ്ട് ക്ഷീണിച്ചതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ 90s കൈൻഡ് ഓഫ് ഫിലിം മേക്കിംഗ്, ഡയലോഗ് ഡെലിവറിയൊക്കെ അതൊക്കെ കാലഹരണപ്പെട്ടു എന്ന് വിശ്വസിച്ചിട്ടുള്ള ആളാണ് ഞാൻ. കുറച്ച് സിനിമയുടെ വെളിയിലേക്ക് വീണ്ടും പോവുകയാണെങ്കിൽ, നമുക്ക് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ അറിയാവുന്നത് കൊണ്ട്, സുരേഷ് ഗോപി രാഷ്ട്രീയം അറിയാവുന്നതുകൊണ്ട് ചില സീൻസ് കാണുമ്പോൾ തോന്നും ഇത് അങ്ങനെയാണോ ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണോ ഉദ്ദേശിച്ചത് എന്നൊക്കെ തോന്നും. പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനെ കൂടുതൽ ഇതിനെ വായിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതൊരു ക്രിറ്റിസിസം എന്ന രീതിയിൽ എടുത്താൽ മതി എന്നാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അത് പുതുമയാർന്നൊരു കാര്യമല്ല. പലപ്പോഴും നമ്മുടെ സിനിമകളിൽ ക്രിറ്റിസിസം വരാറുണ്ട്. അധികാര കേന്ദ്രങ്ങൾക്ക് നേരെ വരുന്ന ചില ക്രിറ്റിസിസംസ്. അങ്ങനെ ഇതിൽ കണ്ടാൽ മതി എന്ന് തോന്നി. നേരത്തെ പറഞ്ഞ കണക്ക് പല സിനിമകളും കണ്ട കണക്കുള്ള കുറേ ക്ലീശ സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. മലയാള രമ എന്നുള്ളൊരു ഇമാജിനറി പത്രമൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. നമ്മൾ പല സിനിമകളിൽ കണ്ട് തഴമ്പിച്ച കാര്യങ്ങളാണ് ഇതെല്ലാം. പിന്നെ ടുവേർഡ്സ് എൻഡ് ഓഫ് ദി മൂവി ഇത് ഭയങ്കര ഓവർ ഡ്രമാറ്റിക് ആണ്. മോണലോഗ്സ് ഒക്കെ ഒഴിവാക്കാമായിരുന്നു. ആ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ വെറുതെ ഒരു വൈബ്രന്റ് കളർഫുൾ ആക്ഷൻ സീക്വൻസിന് വേണ്ടി മാത്രം ഇടിച്ച് കയറ്റിയ ഒരു ആക്ഷൻ സീക്വൻസ് ആയിട്ട് തോന്നി. പക്ഷേ ഇതിന് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് അനുപമ പരമേശ്വരൻ്റെ ക്യാരക്ടർ തന്നെയാണ്. അനുപമയുടെ പോർട്രയൽ തന്നെയാണ്. ശക്തമായ രീതിയിൽ അനുപമ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു നടിയോട് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനോട്, ജാനകി എന്ന ക്യാരക്ടറിനോട് ഭയങ്കരമായ ഒരു എമ്പതി തോന്നുന്ന രീതിയിൽ തന്നെയാണ് അനുപമ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഈ പടത്തിൻ്റെ മുഖ്യ ഹൈലൈറ്റും. പക്ഷെ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഇതൊരു മോശം പടമല്ല, പക്ഷേ ഒരുപാട് കാര്യങ്ങളിൽ മികച്ചതാകാമായിരുന്നു. ഇറ്റ് കുഡ് ഹാവ് ബീൻ എ ഗുഡ് ഫിലിം, ഇറ്റ് കുഡ് ഹാവ് ബീൻ എ ഗ്രേറ്റ് ഫിലിം. 3 stars out of 5 for JSK and a double clap for Anupama Parameshwaran. Thanks for watching. Bye.